നമസ്കാരം. നിങ്ങളിൽ പലരും സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ ഒന്ന് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാകാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബിസിനസിന്റെ വളർച്ചയുടെ 5 സ്റ്റേജുകളെക്കുറിച്ചാണ്. അതായത് ഒരു വെറും ഐഡിയയിൽ നിന്ന് അതിനെ എങ്ങനെ നല്ലൊരു സിസ്റ്റമാക്കി മാറ്റാം എന്ന് നമുക്ക് കാണാം. നമുക്ക് ഒരു സിമ്പിൾ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ ബിസിനസ് ഇപ്പോ വളരുന്നുണ്ടോ, അതോ ഒരു പോയിന്റിൽ എത്തിയപ്പോ മുന്നോട്ടു പോകാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുകയാണോ? ഒന്ന് സത്യസന്ധമായിട്ട് ചിന്തിച്ചു നോക്കൂ. ഒരു സത്യം പറയട്ടെ, കേരളത്തിലെ ഏകദേശം 80% ബിസിനസ്സുകളുടെയും പ്രശ്നം വളർച്ച കുറയുന്നതല്ല, വളർച്ച പൂർണ്ണമായിട്ടും നിന്നുപോയി എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാകും, പക്ഷെ ഇതാണ് റിയാലിറ്റി. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറേ മോട്ടിവേഷൻ തരാനല്ല വന്നിരിക്കുന്നത്. സംഭവം അതല്ല. പകരം ഇതൊരു മാപ്പാണ്. നിങ്ങളുടെ ബിസിനസ് യാത്രയിൽ നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റം. ഇതാണ് ആ 5 സ്റ്റേജുകളുള്ള മാപ്പ്. ഒന്നാമത്തത് ആശയം. പിന്നെ അത് പടുത്തുയർത്തണം, അതിനുവേണ്ട കഴിവുകൾ നേടണം, പിന്നെ അത് വികസിപ്പിക്കണം, അവസാനം ഒരു CEO മൈൻഡ് സെറ്റിലേക്ക് എത്തണം. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ട്രയൽ ആൻഡ് എറർ അടിച്ച് സമയം കളയണ്ട, പകരം നല്ലൊരു ക്ലാരിറ്റി കിട്ടും. ശരി, നമുക്കിതിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റേജ് ശരിയായ ഐഡിയ ആണ്. നമ്മളിൽ പലരും ഒരു ട്രെൻഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് പൈസയുണ്ടാക്കുന്നത് കണ്ടിട്ടോ ഒക്കെ ആവും ബിസിനസ് തുടങ്ങുന്നത്. പക്ഷേ മാർക്കറ്റ് ഒരൊറ്റ കാര്യമേ നോക്കൂ: നിങ്ങൾ ആളുകളുടെ എന്ത് പ്രശ്നമാണ് പരിഹരിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. ഒരേ റോഡിൽ 5 ചായക്കടകൾ, എല്ലാവരും ഒരേ ചായ വിൽക്കുന്നു. ഇതിനെയാണ് റെഡ് ഓഷൻ എന്ന് പറയുന്നത്. മത്സരം കാരണം ചോരപ്പുഴ ഒഴുകുന്ന ഒരു സമുദ്രം പോലെ. അവിടെ പിന്നെ വില കുറച്ച് മത്സരിക്കാനേ പറ്റൂ, ലാഭം തീരെ കുറവായിരിക്കും. എന്നാൽ അതിലൊരു കട മാത്രം സ്നാക്സിലും ക്യുക്ക് പാഴ്സലിലും ഓഫീസ് ഡെലിവറിയിലുമൊക്കെ ശ്രദ്ധിച്ചാലോ? സംഗതി മാറി. അതൊരു ബ്ലൂ ഓഷനായി. അവിടെ മത്സരം കുറവാണ്, സ്വന്തമായിട്ടൊരിടം കിട്ടും. ഒരു യഥാർത്ഥ ലോങ് ടേം ബിസിനസ് ഉണ്ടാകുന്നത് ഈ 3 കാര്യങ്ങൾ ഒരുമിച്ചു വരുമ്പോഴാണ്. നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ അറിയുന്ന കാര്യം, അതായത് നിങ്ങളുടെ കഴിവ്, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം, നിങ്ങളുടെ പാഷൻ, പിന്നെ മാർക്കറ്റിന് ആവശ്യമുള്ള കാര്യം. ഈ 3ഉം ചേരുന്ന ആ ഒരു പെർഫെക്റ്റ് സ്പോട്ട് ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ കാതൽ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകാം. 0ൽ നിന്ന് ഒരു ബിസിനസ് പടുത്തുയർത്തുന്നത്. ഇവിടെ നമ്മളൊരു പൈപ്പിന്റെ ഉദാഹരണം വെച്ച് നമ്മുടെ ബിസിനസ്സിലെ പണത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. നിങ്ങളുടെ ബിസിനസ് ഒരു വലിയ പൈപ്പാണെന്ന് സങ്കല്പിക്കുക. ആ പൈപ്പിലൂടെയാണ് പണം ഒഴുകി വരുന്നത്. വെള്ളമൊഴുകുന്ന ഒരു പൈപ്പിന്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് ഒഴുക്ക് കുറയുന്നത് പോലെ നിങ്ങളുടെ ബിസിനസ്സിലെ ഏറ്റവും വീക്കായ പോയിന്റ് ഏതാണോ ആ ബോട്ടിലിനെക്കാണ് നിങ്ങളുടെ പണത്തിന്റെ ഒഴുക്ക് തീരുമാനിക്കുന്നത്. അപ്പോ ഈ സ്റ്റേജിൽ നമ്മൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശരിയാക്കണം. എന്തൊക്കെയാണെന്നല്ലേ? നിയമസാധുത, ദൃശ്യത, വരുമാനം, ശേഷി, പിന്നെ സിസ്റ്റങ്ങൾ. ആദ്യത്തേത് നിയമസാധുത, അതായത് ലീഗലായിട്ട് കാര്യങ്ങൾ കറക്റ്റാക്കുക. ഒരു GST രജിസ്ട്രേഷനോ കൃത്യമായ ഇൻവോയ്സോ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു വലിയ കസ്റ്റമർ വന്ന് ഇൻവോയ്സ് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറഞ്ഞാൽ ആ വലിയ ഡീൽ അവിടെ തീർന്നു. കസ്റ്റമേഴ്സിന്റെ വിശ്വാസം നേടാൻ ഇത് ഏറ്റവും അത്യാവശ്യമാണ്. അടുത്തത് വിസിബിലിറ്റി. ഞാൻ കട തുറന്നു, ഇനി കസ്റ്റമേഴ്സ് അങ്ങ് വന്നോളും എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. നിങ്ങളൊരു പുതിയ മൊബൈൽ ഷോപ്പ് തുടങ്ങിയാൽ ആദ്യത്തെ 10 ദിവസം സോഷ്യൽ മീഡിയയിലും ഫ്ലെക്സിലുമൊക്കെ ആയിട്ട് നല്ലപോലെ ബഹളം വെക്കണം. ഹേ, ഞാൻ ഇവിടെയുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയണം. മൂന്നാമത്തേത് വരുമാനം. ചിലപ്പോൾ ദിവസം മുഴുവൻ ഭയങ്കര തിരക്കായിരിക്കും, പക്ഷേ മാസാവസാനം നോക്കുമ്പോൾ കയ്യിൽ കാശില്ലാത്ത അവസ്ഥയുണ്ടോ? അതിന്റെ അർത്ഥം നിങ്ങളുടെ ക്യാഷ് ഫ്ലോ ശരിയല്ല എന്നാണ്. കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാനും റെഫറൽ ചോദിക്കാനും ഒക്കെ സിസ്റ്റം വേണം. ഉദാഹരണത്തിന്, ഒരു AC വിറ്റാൽ മാത്രം പോരാ, കുറച്ചു കഴിഞ്ഞൊരു സർവീസ് റിമൈൻഡർ കൊടുക്കുക, ഒരു AMC ഓഫർ ചെയ്യുക. അപ്പോഴാണ് സ്ഥിരമായി വരുമാനം വരുന്നത്. നാലാമത്തെ കാര്യം കപ്പാസിറ്റി അഥവാ ശേഷി കൂട്ടുക. ഫോൺ എടുക്കുന്നതും ബില്ലടിക്കുന്നതും സാധനം ഡെലിവർ ചെയ്യുന്നതുമെല്ലാം നിങ്ങൾ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? എങ്കിൽ ഉറപ്പാണ് അധികം വൈകാതെ നിങ്ങൾ തളർന്നു പോകും. ഒരു ഹെൽപ്പറെയോ ഒരു സെയിൽസ് സ്റ്റാഫിനെയോ വെക്കുന്നത് നിങ്ങൾക്ക് ശ്വാസം വിടാൻ ഒരു അവസരം തരും. ഒടുവിലത്തേത് സിസ്റ്റംസ്. ഒരു ടീമിനെ വെച്ചാൽ മാത്രം പോരാ, ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകും. ഓർഡറുകൾ മിസ്സാകും, ഡെലിവറി വൈകും. ഒരു ഓർഡർ രജിസ്റ്റർ, ഒരു ഡെലിവറി ഷെഡ്യൂൾ, ഇതുപോലുള്ള ചെറിയ സിസ്റ്റങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ അവിടെ ഇല്ലെങ്കിലും ബിസിനസ് സ്മൂത്തായിട്ട് നടക്കും. അടുത്തത് നമ്മൾ 3ാമത്തെയും 4ാമത്തെയും സ്റ്റേജുകൾ ഒരുമിച്ച് നോക്കാൻ പോവാണ്. അതായത് ബിസിനസ് വളർത്താൻ വേണ്ട സ്കിൽസ്. ഇവിടെയാണ് നിങ്ങളുടെ ചിന്തയെ ഒരു ചെറിയ കച്ചവടക്കാരനിൽ നിന്ന്
ഒരു വലിയ ബിസിനസ്സുകാരനിലേക്ക് മാറ്റേണ്ടത്. ഈ 4 കഴിവുകൾ ഉറപ്പായും നിങ്ങൾക്കുണ്ടായിരിക്കണം. 1. സെയിൽസ്. ആളുകളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ വളർച്ചയില്ല. 2. നെഗോസിയേഷൻ. സപ്ലയേഴ്സിനോട് സംസാരിച്ച് റേറ്റിൽ ഒരു ചെറിയ കുറവ് വരുത്തിയാൽ പോലും അത് നിങ്ങളുടെ ലാഭത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കും. 3. സിസ്റ്റം തിങ്കിംഗ്. അതായത് ഞാനില്ലെങ്കിലും ഈ ബിസിനസ് നടക്കുമോ എന്ന് എപ്പോഴും ചിന്തിക്കുക. 4. നെറ്റ്വർക്കിംഗ്. ശരിയായൊരു കോൺടാക്റ്റ് ചിലപ്പോൾ 100 കസ്റ്റമേഴ്സിനേക്കാൾ വിലപ്പെട്ടതാകും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കഴിവ് കൂടിയാൽ വരുമാനം താനേ കൂടും. ഒരു സാധാരണ AC ഷോപ്പ് എന്താ ചെയ്യുന്നത്? അവരൊരു AC എന്ന പ്രോഡക്റ്റ് വിൽക്കുന്നു, അത്രയുള്ളൂ. പക്ഷെ വളരാൻ ആഗ്രഹിക്കുന്നൊരു ഷോപ്പ് എന്താ ചെയ്യുന്നത്? അവർ ഇൻസ്റ്റാളേഷൻ, സർവീസ്, AMC, വാർഷിക മെയിന്റനൻസ് എല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ് വിൽക്കുന്നത്. ഇതിലാരാണ് കൂടുതൽ വളരുക? തീർച്ചയായും രണ്ടാമത്തെയാൾ. കാരണം അവരൊരു കച്ചവടമല്ല, കസ്റ്റമറുമായൊരു ബന്ധമാണുണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ അവസാനത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജിലേക്കെത്തി: CEO മൈൻഡ്സെറ്റ്. നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ എന്റെ ബിസിനസ്സിലെ ഒരു തൊഴിലാളിയാണോ അതോ CEO ആണോ? ഒരു തൊഴിലാളിയും CEOയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഒരു തൊഴിലാളി എല്ലാം സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഒരു CEO തീരുമാനങ്ങൾ എടുക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്. തൊഴിലാളി എപ്പോഴും തിരക്കിലായിരിക്കും. CEO ആകട്ടെ പ്രൊഡക്റ്റീവായിരിക്കും. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. തൊഴിലാളിയുടെ ലക്ഷ്യം അന്നത്തെ ജോലി തീർക്കുക എന്നതാണെങ്കിൽ CEOയുടെ ലക്ഷ്യം ആ ജോലി ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നതാണ്. ഈയൊരു ചിന്തയിലെ മാറ്റമാണ് ഏറ്റവും പ്രധാനം. എനിക്ക് തന്നെ എല്ലാം ചെയ്യണമെന്ന ചിന്തയിൽ നിന്ന് എല്ലാം ചെയ്യാൻ ഒരു സിസ്റ്റം വേണം എന്ന ചിന്തയിലേക്ക് എപ്പോഴാണോ നിങ്ങൾ മാറുന്നത്, അപ്പോൾ നിങ്ങൾ ഒരു യഥാർത്ഥ CEO ആയി മാറുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി ഈ അറിവിനെ പ്രവൃത്തിയിലേക്ക് മാറ്റാനുള്ള സമയമാണ്. നിങ്ങളുടെ അടുത്ത 30 ദിവസത്തേക്കുള്ള പ്ലാൻ എന്തായിരിക്കണം? ഈ 3 ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. 1. ഞാൻ ഈ പറഞ്ഞ 5 സ്റ്റേജുകളിൽ ഏതിലാണിപ്പോൾ നിൽക്കുന്നത്? 2. എന്റെ ബിസിനസിന്റെ വളർച്ചയെ തടയുന്ന ഏറ്റവും വലിയ ബോട്ടിൽ നെക്ക് എന്താണ്? അത് വിസിബിലിറ്റിയുടെ കുറവാണോ, സെയിൽസ് സ്കിൽ ഇല്ലാത്തതാണോ, അതോ സിസ്റ്റം ഇല്ലാത്തതാണോ? 3. ഈ ഉത്തരം വെച്ചിട്ട് അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഞാൻ ചെയ്യാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഒരു ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ റൂമിലെ ചുമരിലൊട്ടിക്കുക. കാരണം വെറുതെ കുറേ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ആ ആക്ഷനുകളാണ് ഈ കളിയെ മാറ്റിമറിക്കുന്നത്. അപ്പോ വെറും കച്ചവടക്കാരോ സംരംഭകരോ ആയി ഒതുങ്ങാതെ നമുക്ക് സിസ്റ്റം ഉണ്ടാക്കുന്നവരാകാം. നന്ദി.